ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കാൻ പോകുന്നുണ്ട്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് മാക്സിമം ഒന്ന് നമ്മളെ എത്തിക്കാനായി ശ്രമിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ കിടക്കാം. ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ക്വാർട്ടർ ലോക്ക് ചെയ്യാൻ സാധിക്കുമോ? നമുക്കറിയാം ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് കുറച്ച് നിർണായകമാണ് ഡ്യൂറൻ കപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇത് ഇന്ന് ആര് വിജയിക്കുന്നു അവരേതാണ്ട് ക്വാർട്ടറിലേക്ക് കയറി എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ക്വാർട്ടറിലേക്ക് കയറാൻ സാധ്യതയുള്ള ടീമുകൾ പഞ്ചാബ് എഫ് സിയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമാണ്. സോ ഇതിലാര് വിജയിക്കുന്നു അവർക്ക് ഏതാണ്ട് ക്വാർട്ടർ ഉറപ്പിക്കാം എന്ന് തന്നെ പറയാം. ഈ ഒരു മത്സരം നമുക്ക് വൈകിട്ട് 4 മണിക്ക് സോണി സ്പോർട്സിലും അതുപോലെ തന്നെ സോണി ലിവിലൂടെ കാണാൻ സാധിക്കും. പിന്നെ വല്ല ലിങ്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അല്ലാതെയും കാണാൻ സാധിക്കും എന്ന് പറയാം. എന്തായാലും ഇത് മാത്രമല്ല, ഒരു മാച്ച് കൂടിയുണ്ട് ഇന്ന് 7 മണിക്ക് ഡ്യൂറൻ കപ്പിൽ. അതും 2 ISL ടീമുകളുടെ മാച്ചാണ്, ജംഷഡ്പൂർ എഫ് സിയും ചെന്നൈയിൻ എഫ് സിയും. സോ 2 ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മാച്ചാണ്. ഈ ഒരു മാച്ച് വിജയിച്ച് കഴിഞ്ഞാൽ ജംഷഡ്പൂർ എഫ് സിക്ക് അടുത്ത റൗണ്ട് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാമെന്ന് തന്നെ പറയാം. ചെന്നൈയിൻ എഫ് സിക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിൽക്കാനുള്ള ഒരു മാച്ച് എന്ന് തന്നെ പറയാം. അതായത് ഈ ഒരു മാച്ച് പരാജയപ്പെട്ട ചെന്നൈയിൻ എഫ് സി ഏതാണ്ട് പുറത്ത് എന്ന് തന്നെ പറയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐവറി കോസ്റ്റിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഔബിൻ കൗക്കുവിനെ നിലനിർത്താൻ ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് തീരുമാനിച്ചിരിക്കുകയാണ്. 1 വർഷത്തേക്കൂടെ നിലനിർത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഐവറി കോസ്റ്റിൻ്റെ അണ്ടർ 23 ടീമിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി പ്രോ ലീഗ് ഫസ്റ്റ് ടയറിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതായത് സൗദിയുടെ ഫസ്റ്റ് ടയറിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒരു താരം തന്നെയാണ്. ചർച്ചിൽ ബ്രദേഴ്സ് കഴിഞ്ഞ സീസണിൽ കളിച്ചൊരു താരമാണ്. എനിക്ക് തോന്നുന്നുണ്ട് 3 ഗോളുകൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ സെൻറ്റർ ബാക്ക് റോളിലൊക്കെ നിന്ന് അദ്ദേഹം നേടിയിട്ടുമുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിഫൻസീവ് കോൺട്രിബ്യൂഷനൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ബ്രദേഴ്സ് നിലനിർത്താനുള്ള കാരണം. സോ ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.